ഇത് രണ്ടാഴ്ചത്തേന് വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രഹരം ചതിക്കുഴിയിലൂടെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു വഞ്ചനയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കത്തിലൂടെ ലോകം ഇന്നറിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വലിയ ഈ പറയുന്നത് പോലെ തന്നെ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഈ പറയുന്ന അമേരിക്കയൊക്കെ ഈ ഒരു യുദ്ധം ഇനി രണ്ടാഴ്ചത്തേന് ഇല്ല എന്ന് പറയുന്നിടത്ത് എല്ലാവരും ആയുധങ്ങൾ വെച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു കണ്ണില്ലാത്ത ക്രൂരത വീണ്ടും നടത്തിയിരിക്കുന്നത്. എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് കച്ചകെട്ടിയിറങ്ങുകയാണ് ഇറാൻ. അപ്പോൾ ഇറാന്റെ യുദ്ധരീതിയും അല്ലെങ്കിൽ ഇറാന്റെ പദ്ധതികളും എങ്ങനെയായിരിക്കും? രേഷ്മ, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ്, ന്യൂസ് സ്റ്റാർ എന്ന് പറയുന്ന ചാനലാണ്. തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ 69,000 പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധവാർത്ത മുൻനിർത്തി പ്രേക്ഷകരോട് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയല്ല, ഇതിൽ കുറേ കൂടി വിശകലനങ്ങൾ കൂടുതലായി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടും കുറച്ചുകൂടി ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നഷ്ടമാകാതിരിക്കണമെങ്കിൽ, നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ, നമ്മളെ പിന്തുണയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇത്തരം വിഷയങ്ങൾ കൂടുതൽ സത്യസന്ധമായ വാർത്തകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമേ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും നോട്ടിഫിക്കേഷനുകൾ വരുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത്, അതായത് ലെബനനിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തെ വിനാശകാലെ വിപരീത ബുദ്ധി എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല. 10 മിനിറ്റിൽ ഏതാണ്ട് 100 ഇടങ്ങളിൽ തീമഴ പെയ്യിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തിയത്. കാരണം തിരിച്ചടി ഉണ്ടാകില്ല എന്ന് ഇസ്രായേലിന് ഉറപ്പായിരുന്നു. അതിനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇറാനെ പ്രകോപിപ്പിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി അടുത്ത ചർച്ചയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹൂത്തികളും അടങ്ങുന്ന സംഘമൊക്കെ അതിൻ്റെ പ്രോഗ്രസ്, ആ ചർച്ചയുടെ പ്രോഗ്രസ് എന്താണെന്ന് അറിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ എന്ന് വ്യക്തമായി ഇസ്രായേലിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരായുധരായി നിൽക്കുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ആളുകളെ പിന്നിൽ നിന്ന് ചതിയിലൂടെ കുത്തുക എന്ന് പറഞ്ഞാൽ തിരിച്ചടി കിട്ടില്ല എന്നായിരുന്നു ഇസ്രായേൽ വിചാരിച്ചത്. അതുകൊണ്ടാണ് പൊടുന്നനെ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നത്. അപ്പോൾ ഇസ്രായേലിന് 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, ലെബനനിൽ വലിയ പ്രഹരമേൽപ്പിക്കുക, 1,250-ലധികം പേരെ കൊലപ്പെടുത്തുക, 1000-ലധികം പേർക്ക് പരിക്കേൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വെറും 10 മിനിറ്റ് കൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണ്. അപ്പം ആയുധം താഴെ വെച്ച് വെടിനിർത്തൽ ചർച്ചകളിലേക്ക് പോകുന്നവരെ അങ്ങോട്ട് കയറി പിന്തുടർന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞ ചരിത്രത്തിലില്ലാത്ത ഭീരുത്വമാണ്, നെറികേടാണ്, ക്രൂരതയാണ്, യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയത്. പിന്നെ അവരുടെ ചോരയിൽ ചതിയും വഞ്ചനയും നെറികേടും മനുഷ്യത്വ വിരുദ്ധതയും പൈശാചികതയും ക്രൂരതയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവരിത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഇസ്രായേലിൻ്റെ ഈ നടപടി പക്ഷേ അവർക്കുള്ള ഏറ്റവും വലിയ കുഴിയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം ഇറാനിലെമ്പാടും ജനങ്ങൾ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലും അതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രതികാരദാഹത്തിലുമാണ്. ഇപ്പം ഞാൻ ചില ദൃശ്യങ്ങൾ കാണിക്കാം. ആ ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഇറാൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയ ജനങ്ങൾ, ദശലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. അതായത് 16 ദശലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ ഇറാന് വേണ്ടി തെരുവിലിറങ്ങി ഇറാന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം IRGC പറഞ്ഞത്. ഇറാൻ്റെ മുഴുവൻ നഗരങ്ങളിലും ജനങ്ങൾ സായുധരായും അല്ലാതെയും അമേരിക്കയുടെ കരസേന വരുന്നതും കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു ജനത ആ ഭരണകൂടത്തോട് പറയുകയാണ്, നമുക്ക് വേണ്ടി ഇസ്രായേലിനെ ആക്രമിച്ച ലെബനനെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ലെബനന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകണം. അത് സാധാരണ യുദ്ധരീതിയൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഇസ്രായേൽ ഈ യുദ്ധരംഗങ്ങളിൽ എവിടെയും, അത് ഹമാസുമായിട്ടുള്ള ഗസയിൽ നടത്തിയ യുദ്ധമായാലും ഇറാന് നേരെ നടത്തിയ യുദ്ധമായാലും ഒന്നും അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് സംയുക്തമായി ആക്രമണം നടത്തുന്ന സമയത്ത് അവിടെ ഒരു സ്കൂളിലേക്കാണ്, കൊച്ചു പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്കാണ് മിസൈൽ ആക്രമണം നടത്തിയത്. 165 കൊച്ചു പിഞ്ച് പെൺകുട്ടികളാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. ഇതാണ് ഈ ഇസ്രായേൽ നടത്തുന്ന യുദ്ധ മാതൃക. ലോകത്തെ ഏത് ഭാഗത്ത്, അത് ഗസയിലായാലും വെസ്റ്റ് ബാങ്കിലായാലും ഒക്കെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളും സ്ത്രീകളും നിരാലംബരും നിരായുധരുമാണ്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ
ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ പൈതൃകവും അനുസരിച്ച് നമ്മൾക്ക് ഒരിക്കലും ഇത് പിന്തുണയ്ക്കാൻ കഴിയില്ല. സ്ത്രീകളെയും കുട്ടികളെയും നിരായുധരെയും ഒന്നും ആക്രമിക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ മണ്ണിൽ ജനിച്ചു വീണ നമ്മൾ ഇതിനെ ക്രൂരതയെന്ന് വിളിക്കുമ്പോൾ ഈ മണ്ണിൽ ജനിച്ചു വീണ ചിലർ നെതന്യാഹുവിനെ ഫാദറായും അതിനെ ഫാദർലാൻഡുമായും ഒക്കെ കാണുന്ന നെറുകെട്ട സമീപനം സ്വീകരിക്കുന്നുണ്ട്. അവരിപ്പോഴും ഇസ്രായേലിന് ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ലോകത്തോട് മുഴുവനുള്ള ചതിയാണ്. ലോകത്തെ മുഴുവൻ വീണ്ടും ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന നീക്കമാണ്. ആലോചിച്ച് നോക്കൂ, ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ 2-3 ദിവസത്തിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാൻ സമ്മതിച്ചതായി വാർത്തകൾ ഉണ്ടായിരുന്നു. ആ ഹോർമുസ് കടലിടുക്കിലൂടെ എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള ചരക്ക് നീക്കം, ഏതാണ്ട് 200-ലധികം കപ്പലുകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ആ കപ്പലുകൾ മുഴുവൻ തുറന്നുവിടാൻ പോകുന്നു. ലോകത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധി, വ്യാവസായിക പ്രതിസന്ധി, എണ്ണ പ്രതിസന്ധി തീരാൻ പോകുന്നു എന്ന വാർത്തകൾ ലോകം വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടത്. ലോകം അത് കേട്ടതിന് ശേഷം പൊടുന്നനെ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞു. സമാധാനത്തിൻ്റെ പാതയിലേക്ക് എല്ലാവരും പോയി. ഓഹരി വിപണിയിൽ കുതിപ്പ് രേഖപ്പെടുത്തി. ഈ സമയത്താണ് ഇസ്രായേൽ കുളം കലക്കി യുദ്ധത്തിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും ഇറാന്റെ തെരുവുകളിൽ പ്രതികാരദാഹികളായി രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിനെ തീർക്കുക, ഇസ്രായേലിൻ്റെ സർവനാശമല്ലാതെ ലോകത്തിന് സമാധാനത്തിന് വേറൊരു വഴിയില്ല എന്നാണ് അവർ പറയുന്നത്. 10 മിനിറ്റിൽ 100 ഇടങ്ങളിൽ, ലെബനനിലെ 100 ഇടങ്ങളിൽ തീമഴ പെയ്യിച്ച ഇസ്രായേലിൻ്റെ ചതിക്ക് അതേ നാണയത്തിൽ അതിലും കടുത്ത രീതിയിൽ അതിഭയാനകമായ അതിശക്തമായ ശിക്ഷാവിധി നടപ്പാക്കാൻ ഇറങ്ങുകയാണ് ഇറാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിന്റെ മുന്നിൽ എന്നേക്കുമായിട്ടുള്ളൊരു അടച്ചൊരു തീരുമാനം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രമല്ല, ഇനി ഇറാൻ ചെയ്യുമ്പോൾ മുഴുവനായി ഞാൻ പറഞ്ഞു വരുമായിരുന്നു ഇതും. അതെ, അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ അതുവഴി കപ്പല് ഇവർക്കാണല്ലോ, ഇവർക്കും കൂടി ആവശ്യമുണ്ടല്ലോ. ഈ പറയുന്ന ഇസ്രായേലിനും അമേരിക്കയുടെയും കപ്പലുകൾക്ക് നേരെയാണല്ലോ ആക്രമണം നടക്കുന്നത്. മാത്രമല്ല അവരുമായിട്ട് ഇറാനോട് ചർച്ച ചെയ്യുന്ന സാധാരണ എല്ലാ കപ്പലുകൾ കടത്തിവിടുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഹോർമുസ് കടലിടുക്ക് ഇങ്ങനെ ഇവര് മൂലം വീണ്ടും അത് അടയ്ക്കപ്പെടുമ്പോൾ അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു പ്രതിസന്ധി ആവത്തില്ല. അപ്പം ഈ ഒരു നീക്കം ലോകത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഈ നീക്കം നടത്തുന്നതിന് പിന്നിൽ ഈ എന്താണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്? ഒരു വൈരാഗ്യം അല്ല. ഇസ്രായേലിന്റെ ആവശ്യം, നെതന്യാഹുവിന്റെ ആവശ്യം യുദ്ധം തുടരുക, അത്രയും കാലം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുക, പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമാണ്. പക്ഷെ അതിനപ്പുറം ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇറാന് വല്ലാത്ത പ്രകോപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേലിന്റെ നെറികേട്, ചതി. 2, പിന്നിൽ നിന്നുള്ള, അതായത് ഇറാൻ എന്ന് പറഞ്ഞാൽ ധീരമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അവരെപ്പോഴും ഒറ്റയ്ക്ക് ഫേസ് ടു ഫേസ് ഫൈറ്റിനാണ് തയ്യാറായിട്ടുള്ളത്. ഒരിക്കലും വഞ്ചനയോ ചതിയോ അവര് പറഞ്ഞ. അതെ, അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരാറിൽ വരെ അവരുടെ നിലപാടും അവര് ആ പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ അനുസരിച്ച് നിൽക്കുമ്പോഴാണ് ചതിയിലൂടെ ഈ ഇസ്രായേൽ ഈ ഒരു സംഭവം ഇറാനെ സംബന്ധിച്ച് അതാണ്. ഇറാൻ എപ്പോഴും ഫേസ് ടു ഫേസ് ആണ്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇറാന്റെ പരമാധികാരി ആയത്തുള്ള അലി ഖാംനി കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്? 3 ഘട്ടങ്ങൾ ആണവ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായി, 4ാം ഘട്ടത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് പൊടുന്നനെ ഒരു ആക്രമണം നടക്കുന്നത്. ഈ ആണവ ചർച്ചയിൽ എന്തു പറയണമെന്നത് സംബന്ധിച്ച് യോഗം ചേർന്ന് സർവ്വ ഉന്നതരെയും വിളിച്ച് യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുന്നത്. അത് തന്നെ ചതിയായിരുന്നു. പക്ഷെ അവിടം കൊണ്ട് ഇറാൻ തീർന്നു എന്ന് കരുതിയതാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. ഒടുവിൽ തെറ്റു മനസ്സിലായി, ഇനിയും പോയാൽ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് ട്രംപ് തലയൂരാൻ നോക്കുമ്പോഴാണ് ഇറാൻ അതിശക്തമായിട്ട് ആക്രമണം നടത്തുന്നത്. അല്ലെങ്കിൽ ഇസ്രായേൽ ഈ വിധത്തിൽ ഈ യുദ്ധ സാഹചര്യത്തെ ഇല്ലാതാക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ സമാധാന സാഹചര്യത്തെ ഇല്ലാതാക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ഈ വിധത്തിൽ ലെബനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇനി ഇറാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, തലയ്ക്ക് തല എന്ന രീതിയിൽ ഒരു മര്യാദയും ഇനി ഇസ്രായേലിനോട് കാണിക്കില്ല, ഒരു തരത്തിലുള്ള കരുണയും കാണിക്കില്ല. തീർച്ചയാണ്. കാരണം അത് ഇറാൻ്റെ ജനതയുടെ ആവശ്യമാണ്. ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്താ ഏജൻസികളിലൊക്കെ വരുന്ന വീഡിയോകൾ എന്ന് പറയുന്നത് ഇറാൻ്റെ ജനത ലെബനനെ മുറിവേൽപ്പിച്ച ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇസ്രായേൽ നശിക്കാതെ സമാധാനം ഉണ്ടാകില്ല
എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇറാനിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴൊക്കെ സമാധാനത്തിനുള്ള വാതിലുകൾ തുറക്കുമോ അപ്പോഴൊക്കെ ഇസ്രായേൽ ഇത് കുളവാക്കും. എപ്പോഴൊക്കെ ഈ പറയുന്ന വെടിനിർത്തലിൻ്റെ ശബ്ദം വരുന്നു അല്ലെങ്കിൽ വെടിനിർത്തലിൻ്റെ സാധ്യത തെളിയുന്നു അപ്പോഴൊക്കെ ഇസ്രായേൽ നശിപ്പിക്കും. ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന് കനത്ത പ്രഹരം കൊടുത്ത് ചവിട്ടിക്കൂട്ടി മൂലക്കിടാതെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരം വേണ്ട എന്ന നിലയിലേക്ക് ഇറാൻ തീരുമാനമെടുക്കുകയാണ്. നോക്കുക, ഇറാൻ പോലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് പറഞ്ഞ് ഇറാൻ പശ്ചിമേഷ്യയുടെ സമാധാനത്തെ കരുതി പാകിസ്ഥാന്റെ നിർബന്ധത്തെ തുടർന്നാണ് ഒരു ചർച്ചയിലേക്ക് പോകാം, അതുവരെ തൽക്കാലത്തേക്ക് ആയുധം താഴെ വയ്ക്കാമെന്ന് പറയുന്നത്. അതും അമേരിക്ക ആയുധം താഴെ വെച്ചാൽ ഞങ്ങൾ താഴെ വയ്ക്കാമെന്നാണ് ഇറാൻ പറഞ്ഞത്. അപ്പോൾ ഇറാൻ പോലും ഒരു ഒത്തുതീർപ്പിലേക്ക് പോയി സമാധാനത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇസ്രായേൽ ഈ വിധത്തിൽ പ്രകോപനം സൃഷ്ടിച്ചാൽ ഇനി സർവ്വശിക്ഷയും ഇസ്രായേലിന് നേരെ തന്നെ ഇരിക്കട്ടെ എന്ന് ഇറാൻ തീരുമാനിക്കുകയാണ്. ഇന്ന് രാത്രി ഇസ്രായേൽ ഇരുട്ടി വെളുപ്പിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇറാനെ സംബന്ധിച്ച് അത്രയധികം പ്രകോപനമുണ്ട്. കാരണം ഇറാൻ നന്ദിയുള്ള രാജ്യമാണ്, ചതിയും വഞ്ചനയും അവർക്കില്ല, നേർക്കുനേർ പോരാട്ടമാണ്, ഫേസ് ടു ഫേസ് ഫൈറ്റാണ് അവരുടെ രീതി. ഈ പറഞ്ഞിട്ടേ അടിക്കൂ, എന്തൊക്കെ സംഭവിക്കുമെന്ന് അവർ കൃത്യമായി മുന്നറിയിപ്പ് കൊടുക്കും, അതനുസരിച്ച് കാര്യങ്ങൾ പോവുകയുള്ളൂ. ഇത് മുഴുവൻ ഈ യുദ്ധത്തിൽ സംഭവിച്ച കാര്യമാണെന്നേ. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല സമയത്ത് പല തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തും. ഇതിൽ ചിലത് നടക്കും, ചിലത് നടക്കില്ല, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ചക്ക വീണ് മുയൽ എത്തും, ഈ രീതിയിലാണ് ട്രംപിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഇറാൻ ഈ യുദ്ധത്തിൽ തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കുകയാണ്. ഇറാൻ പറഞ്ഞു ഇത് മേഖലാ യുദ്ധമായി മാറും, നടന്നു, ഇത് നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ തീരുമാനിക്കുന്നിടത്തെ യുദ്ധം നിർത്താൻ കഴിയൂ. അതെ, അതാണ് സംഭവിച്ചത്. ഒടുവിൽ ഇറാന്റെ കാല് പിടിക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ വഴി യുദ്ധത്തിന് ഒരു സീസ് ഫയർ കൊണ്ടുവരാൻ. പക്ഷേ അപ്പോഴും ഹോർമുസ് കടലിടുക്ക് തുറക്കും, ലോകത്തിന് മുഴുവൻ സമാധാനം കിട്ടുമെന്ന് കരുതിയിടത്താണ് ഇറാന് നേരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിലേക്ക് ഇസ്രായേൽ ഇമാതിരി തോന്നിവാസം കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഇറാൻ തീരുമാനിക്കുകയാണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ ചതി കാണിച്ച, അതായത് എല്ലാവരും ആയുധം താഴെ വെച്ചപ്പോൾ ആ ഗ്യാപ്പിൽ പിന്നിലൂടെ കുത്തിയ ഭീരുത്വത്തിന് കൃത്യമായ മറുപടി കൊടുത്തേ പറ്റൂ എന്ന് ഇറാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആക്രമണം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയെന്നാണ് വരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ തിരിച്ച് ഹോർമുസ് കടലിടുക്കിലെ ഇസ്രായേൽ കപ്പലുകളടക്കം കത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് മാത്രമല്ല, ഇസ്രായേലിനുള്ളിലേക്ക് തലങ്ങും വിലങ്ങുമുള്ള ആക്രമണങ്ങൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഇനി ഇസ്രായേലിനോട് ഒരു യുദ്ധനീതിയും ഒരു മര്യാദയും കാണിക്കേണ്ടതില്ല എന്ന് ഇറാൻ തീരുമാനിക്കാൻ പോവുകയാണ് എന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇറാൻ്റെ ഏത് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമായാലും IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമായാലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലാവരും ഒരു കോമൺ കോസിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനിടയിൽ തുരങ്കം വെച്ച് കൊലച്ചതി കാണിച്ച് ഈ യുദ്ധത്തെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ട്രംപ് പോലും ഇറാൻ്റെ വാക്കുകൾ കേൾക്കാം, ഇറാൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാം, ഇറാൻ പറയുന്നത് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഇറാനെ നരകമാക്കും, തീർത്ത് കളയുമെന്ന മുൻ നിലപാടുകളൊക്കെ വിഴുങ്ങി സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം, ആ യുദ്ധം എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഇറാൻ്റെ റെജീം ചേഞ്ച് എന്ന അവകാശവാദമൊക്കെ ഉപേക്ഷിച്ചു. ഹോർമുസ് എങ്ങനെയെങ്കിലും തുറന്നാൽ മതി എന്ന നിലയിലേക്ക് മുട്ടുകുത്തി. ആ സമയത്താണ് ഇസ്രായേൽ ഇമാതിരി പണി കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ലെബനനിൽ നിന്ന് ഈ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായി, നോർത്തേൺ ഇസ്രായേലിലേക്ക് ഉണ്ടായി എന്നും ഒരു സൈനികൻ അവിടെ കൊല്ലപ്പെട്ടു എന്നുമുള്ള പുതിയൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അല്പസമയം മുമ്പ്. പക്ഷേ അത് മാത്രമായിരിക്കില്ല, ഇന്ന് രാത്രി ഇസ്രായേലിലേക്ക് തലങ്ങും വിലങ്ങും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇനി അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുമോ എന്നതിൽ പോലും സംശയമുണ്ട്. അവർ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് വെടിനിർത്തൽ നടത്തി തലയൂരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇസ്രായേൽ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ശിക്ഷ ഇസ്രായേൽ അനുഭവിക്കട്ടെ എന്ന നിലയിലേക്ക് ലോകം മുഴുവൻ കയ്യും കെട്ടി നോക്കി നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെടണം, അല്ലെങ്കിൽ ഇസ്രായേൽ പരിപൂർണമായി നശിക്കണം, ഭരണകൂടത്തിന് തക്കതായ മറുപടി കൊടുക്കണമെന്ന നിലയിലേക്ക് അപകടകരമായൊരു സാധ്യതയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകാനുള്ള സർവ്വ സാധ്യതകളും തെളിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത.